പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ് ഹിന്ദിയിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ കവിതയായ ധൂപ് ആ ഗയി ആണ്. ഇക്കായി ഏക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. പൽ എന്ന് പറഞ്ഞാൽ നിമിഷം. ദുലാരെ പൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ഈ പേജിന് മുന്നേ ഉള്ള പേജിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ നാം എന്ന് പറഞ്ഞാൽ ഇവിടെ പേരെഴുതുക, കക്ഷ ക്ലാസ് എഴുതുക, സ്കൂളിൻ്റെ പേരെഴുതുക. നമ്മുടെ കവിതയുടെ പേരെന്താണ്? ധൂപ് ആ ഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, സൂര്യപ്രകാശം. ആ ഗയി വന്നു, സൂര്യപ്രകാശം വന്നു. ആരാണ് ഈ കവിത എഴുതിയത്? പ്രയാഗ് ശുക്ല. धूप आ गई सुबह सुबह की, कलियाँ प्यारी प्यारी महकी. कलियाँ क्यारी क्यारी महकी, कलियाँ इतनी सारी महकी. धूप आ गई, സൂര്യപ്രകാശം വന്നു. സുബഹ് സുബഹ്ക്ക്, രാവിലെ തന്നെ. സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, രാവിലെ അതിരാവിലെ സൂര്യപ്രകാശം വന്നു, വെയിൽ വന്നു. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട്, കലിയാം ബഹുവചനമാണ് പൂമൊട്ടുകൾ. പ്യാരി പ്യാരി മെഹക്കി, മനോഹരമായി സുഗന്ധം പരത്തി. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ. മെഹക്കി മെഹക്ന എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തുക. മെഹക്കി സുഗന്ധം പരത്തി. കലിയ ക്യാരി ക്യാരി മെഹക്കി, കലിയ പൂമൊട്ടുകൾ, ക്യാരി ക്യാരി, ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം, പൂത്തടത്തിൽ മെഹക്കി സുഗന്ധം പരത്തി. ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും, ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തി. കലിയ ഇത്തനി സാരി മെഹക്കി, പൂമൊട്ടുകൾ, ഇത്തനി സാരി. ഇത്തനി സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട്, വളരെയധികം. മെഹക്കി സുഗന്ധം പരത്തി. രാവിലെ തന്നെ വെയിൽ വന്നപ്പോൾ പൂമൊട്ടുകൾ മനോഹരമായി സുഗന്ധം പരത്തി. പൂമൊട്ടുകൾ ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തി. പൂമൊട്ടുകൾ വളരെയധികം, ഒത്തിരി, ഒരുപാട് പൂമൊട്ടുകൾ സുഗന്ധം പരത്തി. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം. സുബഹ് രാവിലെ. കലിയ എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ. പ്യാരി പ്യാരി മനോഹരമായ. ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം. ക്യാരി ക്യാരി ഓരോ പൂത്തടവും. മെഹക്കി സുഗന്ധം പരത്തി. ഇത്തനി സാരി എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ലെങ്കിൽ ഒരുപാട്, വളരെയധികം. ഹവാ ബഹരഹി ടണ്ടി ടണ്ടി, ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഫുദക് ഫുദക് കർ വേ ബി ചഹക്കി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ഹവ കാറ്റ്. ബഹരഹി, ബഹരഹി എന്ന് പറഞ്ഞാൽ വീശിക്കൊണ്ടിരിക്കുന്നു. ബഹന എന്ന് പറഞ്ഞാൽ, ബഹന പാനി ബഹന എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുക എന്നാണ് അർത്ഥം. ഹവ ബഹരഹി എന്ന് പറഞ്ഞാൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ടണ്ടി ടണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത. ടണ്ടി ടണ്ടി തണുത്ത, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി വഹ് ബഹക്കി ബഹക്കി. ഘൂം രഹി, ഘൂംന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിക്കറങ്ങുക. ഘൂം രഹി ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു. വഹ് അത്. ബഹക്കി ബഹക്കി, ബഹക്കി ബഹക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തിക്കളിച്ചുകൊണ്ട്, തത്തിക്കളിച്ചുകൊണ്ട് കാറ്റ് ചുറ്റി അടിക്കുകയാണ്, ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന് പറന്ന്, പറന്ന് പറന്നുകൊണ്ട് ആയി വന്നു. ചിടിയ പക്ഷികൾ, പറന്നു പറന്ന് പക്ഷികൾ വന്നു. ഫുദക് ഫുദക് കർ വേ ഭി ചഹക്കി. ഫുദക് ഫുദക്, ഫുദക് ഫുദക് കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടി ചാടിക്കൊണ്ട്, ചാടി ചാടിക്കൊണ്ട്. അവരും വേ, വേ ഭി അവരും. ചെഹക്കി എന്ന് പറഞ്ഞാൽ പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നതിനാണ് ചെഹക്കന എന്ന് പറയുക. ചെഹക്കി എന്ന് പറഞ്ഞാൽ ചിലച്ചു. ചാടി ചാടിക്കൊണ്ട് അവരും ചിലച്ചു, പക്ഷികളും ചിലച്ചു.
ഹവാ ബഹരഹി ടണ്ടി ടണ്ടി, തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി, ബഹക്കി ബഹക്കി തത്തി കളിച്ചുകൊണ്ട് അത് കാറ്റിങ്ങനെ ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടുത്തി ആയി ചിടിയ, പറന്ന് പക്ഷികൾ വന്നു. ഉടുത്തി പറന്ന് ആയി വന്നു പക്ഷികൾ. ഫുദക് കർ വേബി ചഹക്കി, ചാടിക്കൊണ്ട് അവരും ചഹക്കി ചിലച്ചു. വേബി എന്ന് പറഞ്ഞാൽ പക്ഷികളും, അവരും അവർ, വേബി അവരും, ചഹക്കി ചുലച്ചു പക്ഷികൾ ശബ്ദമുണ്ടാക്കി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, ബഹരഹി എന്ന് പറഞ്ഞാൽ വീശിക്കൊണ്ടിരിക്കുന്നു, ടണ്ടി തണുത്ത, ഗൂം രഹി ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നു, വഹ് അത്, ബഹക്കി എന്ന് പറഞ്ഞാൽ തത്തി കളിച്ചുകൊണ്ട്, ഉടുത്തി പറന്നുകൊണ്ട്, ആയി വന്നു ചിടിയ പക്ഷികൾ, ഫുദക് കർ ചാടിക്കൊണ്ട്, വേബി അവരും, ചഹക്കി ചിലച്ചു. മിൽക്കർ ഗായേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് പാടാം. മിൽക്കർ ഒരുമിച്ച്, ഗായേ പാടാം. ധൂപ് ആ ഗയി സുബഹ് കി, കലിയാ പ്യാരി മെഹക്കി, കലിയാ ക്യാരി മെഹക്കി, കലിയാ ഇतनी सारी മെഹക്കി. हवा बह रही टंडी घूम रही वह बहकी, उड़ती आई चिड़िया, फुदक कर वे भी चहकी. അടുത്ത പേജിൽ എന്താണ്? രംഗ് ഭരേ. രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളർ, നിറം. ഭർന എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക, കളറ് നിറയ്ക്കുക. രംഗ് ഭരേ, കളറ് നിറയ്ക്കാം. നമുക്ക് ഇതിൽ കളറ് നിറയ്ക്കാം. യഹ് കലി ഹെ, ഇത്. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, കലി പൂമൊട്ട്, ഹേ ആണ്, ഇത് പൂമൊട്ട് ആണ്. അപ്പോൾ നിങ്ങളിതിൽ കളറ് കൊടുക്കണം. പൂമൊട്ടിന് കളർ കൊടുക്കണം, ഇവിടെ ലീഫിനും കളർ കൊടുക്കണം, ഇലയ്ക്കും കളർ കൊടുക്കണം. അടുത്തത് യഹ് ചിടിയാ ഹേ. യഹ് ഇത്, ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി, ഇത് പക്ഷിയാണ്, ഹേ ആണ്. അപ്പോൾ നിങ്ങളിതിനും നിറം കൊടുക്കുക. ലാൽ എന്ന് പറയുന്നത് ചുവപ്പ് നിറത്തിനാണ്. ചുവപ്പ് നിറത്തിനാണ്. ഹര എന്ന് പറഞ്ഞാൽ പച്ച നിറം. കാല ബ്ലാക്ക്, കറുപ്പ് നിറം. നീല ബ്ലൂ, നീല നിറം. ഇവിടെ ലാൽ എന്ന വാക്കിൻ്റെ അടുത്ത് ഇവിടെ ആക്കി മാത്രം വന്നതുകൊണ്ടാണ്, ആയുടെ മാത്രം വന്നതുകൊണ്ടാണ് ലാ എന്ന് വായിക്കുന്നത്. ആക്കി മാത്രം, ലാൽ. അതേപോലെ ഇവിടെ ആക്കി മാത്രം ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കുക? ലൽ എന്നാണ് വായിക്കുക. അതേപോലെ ഇവിടെ ഹര, രായുടെ അടുത്ത് ആക്കി മാത്രം ഉള്ളത് കൊണ്ട് ഹര എന്ന് വായിക്കുന്നു. ആക്കി മാത്രം ഇല്ലെങ്കിലോ ഹർ എന്നാണ് വായിക്കുക. ഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എന്നാണ് അർത്ഥം, എല്ലാ. ഹര എന്ന് പറഞ്ഞാൽ പച്ച നിറം. കാല, ഇവിടെയും ആയുടെ മാത്രം വന്നു, ഇവിടെയും ആയുടെ മാത്രം വന്നു, അപ്പോൾ കാല. അതേപോലെ നീല, ഇവിടെ നായുടെ അടുത്ത് ഈയുടെ മാത്രം വന്നു, ലാഴ്ത്തി ആയുടെ മാത്രം വന്നു, നീല. കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി അക്ഷരങ്ങൾ എഴുതുന്ന വീഡിയോ, എഴുതാൻ പഠിക്കാനുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.